ഇതിനകത്ത് വളരെ പർട്ടിക്കുലറൈസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ തീവ്രത ഇളക്കുന്ന യന്ത്രവുമായിട്ട് നടക്കുന്ന പാർട്ടിയല്ല ഇത് പാർട്ടി വേറെയാ. ഏറ്റവും ഒടുവിൽ കണ്ട ഞെട്ടിക്കുന്ന ഒരു വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ചീമുട്ടയേറുന്നു. ഇത് എന്തൊരു കേരളമാണ്, എന്തൊരു മനസ്സുള്ള ജനങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ നല്ലൊരു സംശുദ്ധനായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വളരെ നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ജനപ്രതിനിധിയാകുമ്പോൾ കണ്ണുകടിയൊക്കെ ഉണ്ടാകാം, ഒരുപക്ഷെ ഉണ്ടാകാം. അതിനെ തുടർന്നായിരിക്കാം ഈ ആരോപണങ്ങൾ വന്നതെന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് മാങ്കൂട്ടത്തിൽ പക്ഷം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും ഈ ചീമുട്ടയേറെ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലൂടെ ഒന്ന് ഓടിപ്പോയി. കാരണം ഒരു 100-300 വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കാശ് പിരിച്ച, കോൺഗ്രസ് ഭരണം വന്നിട്ട് 3 നില വീടൊക്കെ പണിയാമെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതിനും കാശൊക്കെ പിരിച്ചു കൊടുത്ത് ആ കാശെടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് ട്രിപ്പിൾ ആയി വർദ്ധിപ്പിച്ചിട്ടുള്ള 3 പീഡന പരാതികൾ ഉള്ള സുന്ദരനായിട്ടുള്ള ഒരു നേതാവ്, ആ നേതാവിന് നേരെ നിങ്ങൾ ഇങ്ങനെ ചീമുട്ട എറിയാമോ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വളരെ നല്ല ഒരു കാര്യമാണല്ലോ പറഞ്ഞത് യുവതികളുടെ അടുത്ത്. അതായത് എനിക്ക് 3 കുട്ടികൾ വേണം. പിതാവാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനുമൊക്കെ അവരുടെ പ്രണയിനിയോടും ഭാര്യയോടൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് 3 കുട്ടികൾ വേണം, നീ നല്ലൊരു അമ്മയാകണം, ഞാൻ നല്ലൊരു പിതാവാകണം. എന്നിട്ട് പിന്നെയും അദ്ദേഹം ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ നല്ലൊരു ഭർത്താവല്ലായിരിക്കും, പക്ഷെ നല്ലൊരു അച്ഛനാകുമെന്ന് കൂടി ഒരു പടി കൂടി കടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏതൊരു പാകത്തിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, വിവാഹം മോചിതയായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആ യുവതി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 മണിക്കൂറോളം പീഡിപ്പിച്ചു, കണ്ടപാടെ ബെഡിലേക്ക് തള്ളിയിടുന്നു, 3 മണിക്കൂറോളം പീഡിപ്പിക്കുന്നു, ഗർഭിണിയായപ്പോൾ അധിക്ഷേപിക്കുന്നു. ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ള മാന്യദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ യുവതികളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ രംഗത്ത് വരുമ്പോൾ അതിജീവിതയാണ്, 3 അതിജീവിതകളാണ് ഇപ്പോൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 പരാതികളും വളരെ യുവതിയുടെ കരച്ചിലൊക്കെ കേട്ടതിന് ശേഷം വളരെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ഇടപെട്ട് കേട്ടോ. അതും നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ കണ്ണീരും ഇതൊന്നും കാഴ്ചയൊന്നും കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടി ത്രാണിയൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹം വേഗം ഇടപെടുകയും ചെയ്തു. അപ്പൊ ഇതിനു മുമ്പേ കിട്ടിയ പരാതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മുഖ്യമന്ത്രിയെ അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മളത് അവിശ്വസിക്കുന്നില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം ഈ പറയുന്ന മാന്യദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്ത്രീകളോട് നമുക്ക് പലതും പറയാം. പക്ഷേ ഇദ്ദേഹം വന്ന വഴി നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് അധികാര കസേരയാണ്. അദ്ദേഹം വളരെ വളരെ എന്താ പറയാ, അഗ്രസീവായിട്ടൊക്കെ പെരുമാറുന്ന ഒരാളാണ്. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ എന്ന് അഭിസംബോധന ചെയ്യുന്ന, ഗോവിന്ദ എന്ന് വിളിക്കുന്ന, ഗോവിന്ദ മാസ്റ്ററെയാണ് കേട്ടോ, മടിയിലിട്ട് പേരിട്ടത് കൊണ്ട് ഗോവിന്ദ എന്ന് വിളിക്കുന്ന, ജയരാജ എന്നൊക്കെ വിളിക്കുന്ന ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മടിയിലിട്ട് പേരിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രായത്തിനേക്കാൾ മുതിർന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞനന്ദൻ സഖാവ് മരിക്കുമ്പോൾ കുഞ്ഞനന്ദൻ ചത്തു എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള വളരെ അഗ്രസീവായിട്ട് കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന ഒരു യുവ നേതാവ്. ഈ യുവ നേതാവിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ, പ്രയാണത്തിൽ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ പ്രയാണത്തിലൊക്കെ വലിയ രീതിയിൽ കണ്ണുകടിയുള്ളവരാണ് ഈ അതിജീവിതമാർ എന്നുള്ള തരത്തിലൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അതിജീവിതമാരുടെ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ കേസായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കട്ടെ. പക്ഷേ നമ്മൾ ഈ മനുഷ്യനെ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ജനപ്രതിനിധിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വരവ്, അദ്ദേഹത്തിന്റെ മുണ്ട് പറിച്ചോട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിറ്റാണ്ട് മുമ്പ്
2011 ജൂലൈ 5-ന് പത്തനംതിട്ടയുടെ തെരുവോരത്ത് അരങ്ങേറിയ ഒരു ദൃശ്യത്തിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. MG സർവകലാശാല VC-യുടെ കോലം കത്തിക്കുന്നതിനിടയിൽ സ്വന്തം അടിവസ്ത്രത്തിൽ തീ പടർന്ന് പരിഭ്രാന്തനായി ഓടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ. കാലമേറെ കഴിഞ്ഞതുകൊണ്ട്, ഒരു പതിറ്റാണ്ട് കഴിഞ്ഞതുകൊണ്ട്, ഒരു പക്ഷെ നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാകാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാനിത് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് അതൊരു അവമതിപ്പുണ്ടാക്കി. പിന്നീട് നമ്മൾ കാണുന്നത് ഈ അവമതിപ്പ് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന രാഹുലിനെയാണ്. അങ്ങനെ പലരെയും വെട്ടി 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 വെട്ടിയാണ് അദ്ദേഹം ഇപ്പോഴുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് രാഹുൽ അഴിക്കകത്ത് ഉണ്ടെങ്കിൽ പോലും പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതായത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം ഒരു പ്രണയ പരവശനായിട്ടാണ് ഈ പെൺകുട്ടികളോടൊക്കെ ഇടപഴകുന്നത്. അവരോടാണ് ഇദ്ദേഹം പറയുന്നത് നമുക്ക് 3 കുട്ടികൾ വേണം, നീ നല്ലൊരു അമ്മയാകണം എന്നൊക്കെ പറയുന്നത് അവരോടാണ്. അപ്പോൾ അതിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ അധികം നമുക്ക് മനസ്സിലാകാത്ത ഒരു പ്രകൃതമായിരിക്കും. ചിലർ അങ്ങനെയാണല്ലോ, ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് പിടിതരില്ല. ഒരു പക്ഷേ ആദ്യത്തെ കാഴ്ചയിലൊന്നും അങ്ങനെ പിടിതരില്ല. അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു കാര്യമായിട്ട് അദ്ദേഹം കരുതുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഇലോൺ മസ്കിൻ്റെ കേരളത്തിലെ മസ്കാണോ എന്നുള്ളത് എനിക്കൊരു സംശയം ഇതിനിടയിൽ തോന്നി. കാരണം ഇലോൺ മസ്കിനെ കുറിച്ച് ഞാൻ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കാണുന്ന സ്ത്രീകളിലെല്ലാം കുട്ടികളെ ജനിപ്പിക്കുന്ന ഒരാളായിട്ടാണ് ഒരു വാർത്ത ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പക്ഷെ കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അദ്ദേഹം ഗർഭചിത്രത്തിന് വരെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലതാണ്. യാതൊരു തെളിവുകളും ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ തെളിവുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇതെല്ലാം മനസ്സിലാക്കി എപ്പോഴോ ഒരു ഉൾവിളി തോന്നിയത് കൊണ്ട് 3ാമത്തെ പരാതിയുമായി എത്തിയ യുവതി DNA ടെസ്റ്റ് നടത്താൻ എന്നുള്ള പാകത്തിന് കുട്ടിയുടെ ഭ്രൂണമൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ച വാർത്തയും നമ്മൾ കണ്ടു. മറ്റൊന്ന്, ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് ഇഴുകിച്ചേരുന്ന അവസ്ഥയിൽ അവരുടെ മുഖത്തടിക്കുക, തുപ്പുക, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു മാന്യദേഹത്തിന് വേണ്ടിയിട്ടാണ് പല സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇവരെന്ത് കണ്ടിട്ടാണ് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, ഈ വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതറിയാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്.